കരൂർ അപകടത്തിൽ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദിനെ അടക്കം അറസ്റ്റ് ചെയ്യാൻ തമിഴ്നാട് പോലീസ്. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാറിനെയും അറസ്റ്റ് ചെയ്തേക്കും. ഇരുവരും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ കരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ കൂടുതൽ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് പറയുമ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ തീരുമാനം വരേണ്ടതുണ്ടല്ലോ ശ്രീജിത്ത്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം തീരുമാനം വരേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടി വിജയുടെ അല്ലെങ്കിൽ TVK തമിഴ്നാട് വെട്ടിക്കഴകത്തിന് ലഭിച്ചിരുന്നു. സ്വാഭാവികമാണ്, വലിയ ചോദ്യങ്ങളൊക്കെ കോടതി ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ L. ആനന്ദ് അടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോൾ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുന്ന നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇവർ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ആ സമയം തന്നെ അന്വേഷണം ഒരു ഭാഗത്ത് കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിജയുടെ പാർട്ടി TVK ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ പുറത്തുവിട്ട് തന്നെയാണ് പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ ഗൂഢാലോചന, DMK നേതാവ് സെന്തിൽ ബാലാജിയുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കോടതിയുടെ ഒരു തീരുമാനം വരുന്നതിന് മുൻപ് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അന്നോ നാളെയോ ആയി വിജയെ പ്രതി ചേർക്കണമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കും. എന്തായാലും വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ കരൂർ നഗരത്തിലെമ്പാടും കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ പേരിലായിരുന്നു ആ ഒരു പോസ്റ്ററുകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ വിജയുടെ പ്രവർത്തകർ, TVK പ്രവർത്തകർ അത് പൂർണ്ണമായി കീറിയെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ മരിച്ച വീടുകളിലേക്ക് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ MP ഇന്നലെ എത്തി അവർക്ക് ധനസഹായം 2.5 ലക്ഷം രൂപ വീതം ധനസഹായം കൈമാറിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രചാരണത്തിനില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ രൂക്ഷമായ രീതിയിൽ വിജയ് വിമർശിച്ചു. ജ്യോതിമണി MP, കോൺഗ്രസിന്റെ അവരടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീട് കൃത്യമായ രീതിയിൽ വിജയ് വിളിച്ച് അനുശോചനം അറിയിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ് കണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം എന്നതിനെക്കുറിച്ചൊരു വ്യക്തത അവർ ഇതുവരെ വരുത്തിയില്ല. പക്ഷേ BJP ഈ സർക്കാരിനെ പൂർണ്ണമായി, സിസ്റ്റത്തിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് BJPയുടെ സംഘം അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇനി എന്ത് സംഭവിക്കും തമിഴ് രാഷ്ട്രീയത്തിൽ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഉന്മേഷ്, സുഹൈൽ. ശ്രീകുമാരനാണ് ഇപ്പോൾ കരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.